ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ വിഷ്ണുരാജ്. നമ്മളുടെ ഫയർമാൻ എക്സാമിനേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ആ എക്സാമിന് ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ആദ്യമായി AI വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി കർണാടക. ഉത്തരമാണ് ഓപ്ഷൻ ബി കേരളം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് AI വകുപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ അറിഞ്ഞിരിക്കണം. വ്യവസായം, വാണിജ്യം, വിവര സാങ്കേതിക വിദ്യ, ഇംഗ്ലീഷാണ് IT. ഇനി നിർമ്മിത ബുദ്ധി ആൻഡ് ഇംഗ്ലീഷാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതാ വീണ്ടും ആ പോയിന്റ് നോക്കൂ. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് AI വകുപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടി. ഇനി സ്റ്റാർട്ടപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി. മൈനിങ്ങിന്റെ മലയാളമാണ് ഖനനം, ജിയോളജി. ഇനി ഹാൻഡ്ലൂംസ് ആൻഡ് ടെക്സ്റ്റൈൽസ്. ഹാൻഡ്ലൂംസിന്റെ മലയാളമാണ് കൈത്തറി, ടെക്സ്റ്റൈൽസിന്റെ മലയാളമാണ് തുണിത്തരങ്ങൾ. ഇനി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്. ഇത്രയും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. മാത്രമല്ല വകുപ്പ് മന്ത്രിമാരാണ് ആ വകുപ്പുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ പ്രോ ചാൻസലർമാർ. ആരാണോ വകുപ്പ് മന്ത്രി ആ വ്യക്തിയായിരിക്കും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുടെ പ്രോ ചാൻസലർ. ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ പേര് കണ്ടിരിക്കുന്നു, നോക്കൂ. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡീറ്റെയിൽ സയൻസസ്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡീറ്റൽ യൂണിവേഴ്സിറ്റി കേരള. ഇതിന്റെ പ്രോ ചാൻസലറാണ് PK കുഞ്ഞാലിക്കുട്ടി. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്ഥാന IT വകുപ്പിന്റെ പേര് മാറ്റി. നമ്മുടെ IT വകുപ്പിന്റെ പേര് മാറ്റി. ആ പുതിയ പേര് അറിഞ്ഞിരിക്കണം. പുതിയ പേരാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് IT, ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ്. അപ്പോൾ നമ്മളുടെ കേരള IT വകുപ്പിന്റെ പുതിയ പേരാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് IT, ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ്. ഇനി ആ IT വകുപ്പിന്റെ ബ്രാൻഡ് നെയിമാണ് കേരള ടെക്. ബ്രാൻഡ് നെയിമാണ് കേരള ടെക്. അപ്പോൾ നമുക്കറിയാം കേരള ബാങ്ക് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, കേരള ബാങ്ക്. അപ്പോൾ കേരള ബാങ്കിന്റെ ഔദ്യോഗിക നാമമാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്. അപ്പം അങ്ങനെ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്ന പേര് ഇച്ചിരി നീളം കൂടുതലാണ്. അത് പറയാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കേരള ബാങ്ക് എന്നാക്കി. അതേപോലെ എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് IT, ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ് കുറച്ച് നീളമുള്ള പേരാണ്. ആ നീളമുള്ള പേരൊന്ന് പരിഷ്കരിച്ച് നമ്മൾ പറയാൻ എളുപ്പത്തിന് എന്തെന്നാക്കി മാറ്റി, കേരള ടെക് എന്നാക്കി. ബ്രാൻഡ് നെയിമാണ് കേരള ടെക്. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു, ആരാണോ വകുപ്പ് മന്ത്രി ആ വ്യക്തിയായിരിക്കും പ്രോ ചാൻസലർ. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡീറ്റെയിൽ സയൻസസ്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. ഓക്കെ, അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡീറ്റെയിൽ യൂണിവേഴ്സിറ്റി കേരള. എന്താണ് ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡീറ്റെയിൽ സയൻസസ്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡീറ്റെയിൽ യൂണിവേഴ്സിറ്റി കേരള. ഇനി ഇതിന്റെ വൈസ് ചാൻസലറാണ് ഡോക്ടർ സജി ഗോപിനാഥ്. ഫസ്റ്റ് ആൻഡ് പ്രസന്റ്. ഈ യൂണിവേഴ്സിറ്റി ആരംഭിച്ചപ്പോഴും അദ്ദേഹമായിരുന്നു, ഇപ്പോഴും അദ്ദേഹമാണ്. ഇനി ചാൻസലർ എപ്പോഴും ഗവർണർ ആയിരിക്കും ചാൻസലർ. ഓക്കെ, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇനി പ്രോ ചാൻസലർ ആരാണോ വകുപ്പ് മന്ത്രി ആ വ്യക്തിയായിരിക്കും പ്രോ ചാൻസലർ. അപ്പോൾ സംസ്ഥാന IT മന്ത്രിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇപ്പോൾ പ്രോ ചാൻസലർ. ഓക്കെ, ഇനി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. 2020 സ്ഥാപിതമായത്. ക്ലിയർ ആണല്ലോ? ഇനി PK കുഞ്ഞാലിക്കുട്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് കൂടെ അറിഞ്ഞിരിക്കണം. നിലവിലെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം, നിലവിലെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് PK കുഞ്ഞാലിക്കുട്ടി. 75 വയസ്സ്. നിലവിലെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് PK കുഞ്ഞാലിക്കുട്ടി, 75 വയസ്സ്. അപ്പോൾ ചോദിക്കും, നിലവിലെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാര്? ഉത്തരമാണ് OJ ജനീഷ്. ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് OJ ജനീഷ്, കൊടുങ്ങല്ലൂർ മണ്ഡലം. ഓക്കെ, 39 വയസ്സാണ് പ്രായം. അപ്പോൾ നിലവിലെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം PK കുഞ്ഞാലിക്കുട്ടി, 75 വയസ്സ്, മലപ്പുറം മണ്ഡലമാണ്. ഇനി ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പേരാണ് OJ ജനീഷ്, കൊടുങ്ങല്ലൂർ മണ്ഡലം, 39 വയസ്സാണ് പ്രായം. പിന്നെ എന്തൊക്കെ OJ ജനീഷ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ? കായികം, യുവജനക്ഷേമം, മൃഗശാല, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ, രജിസ്ട്രേഷൻ. അതൊക്കെയാണ് OJ ജനീഷ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ? ക്ലിയർ. അപ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഇപ്പോൾ 16ാമത് നിയമസഭ അധികാരത്തിൽ വന്നു. 17ാമത്തെ ഇലക്ഷനാണ് നടന്നത്.
അപ്പോൾ നമ്മളുടെ 2026 ഇപ്പോൾ ശ്രദ്ധിക്കണം, 2026 നടന്നത് 17ാമത്തെ നിയമസഭാ ഇലക്ഷനാണ്. പക്ഷെ അധികാരത്തിൽ വന്നത് 16ാമത്തെ നിയമസഭയാണ്. കാരണം 1965 ഇലക്ഷൻ നടന്നു, ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല, വീണ്ടും ഇലക്ഷൻ നടത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ വ്യത്യാസം വരാൻ കാരണം. അപ്പോൾ നമ്മുടെ 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അത് കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ്. അതാണ് പ്രത്യേകത. നോക്കൂ, റെക്കോർഡ് ഭൂരിപക്ഷം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നുകൂടി പറയുകയാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ഡലമാണ് മലപ്പുറം നിയമസഭാ മണ്ഡലം. മണ്ഡലമാണ് മലപ്പുറം നിയമസഭാ മണ്ഡലം. ഓക്കെ, ഇനി അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷമാണ് 85,327 വോട്ടുകൾ. ഓക്കെ, അപ്പോൾ 85,327 വോട്ടുകളാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷമാണ്. ഓക്കെ, നോക്കൂ, ഇതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി 1,31,632 വോട്ട് നേടി. 1,31,632 വോട്ട് നേടി. ഇനി എന്താണ് എതിർ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് 46,305 വോട്ടാണ്. അതായത് എതിർ സ്ഥാനാർത്ഥിയെക്കാളും 85,327 വോട്ടിന്റെ ഭൂരിപക്ഷം. ക്ലിയർ ആണല്ലോ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. ആ റെക്കോർഡാണ് തകർത്തത്. നോക്കൂ, മുമ്പുണ്ടായിരുന്ന റെക്കോർഡ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് 60,963 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശൈലജ ടീച്ചറുടെ റെക്കോർഡാണ് മറികടന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ നേടിയ 60,963 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം മറികടന്നത്. അപ്പോൾ കെ ശൈലജ ടീച്ചർ റെക്കോർഡാണ് പി കെ കുഞ്ഞാലിക്കുട്ടി തകർത്തത്. ഓക്കെ, ഇനി നമ്മളുടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളുടെ പേരാണ് സി രവീന്ദ്രനാഥ്. മണ്ഡലം മണലൂർ. ഓക്കെ, ഇനി 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ജയിച്ച ആളുടെ പേരാണ് സി രവീന്ദ്രനാഥ്. മണലൂർ മണ്ഡലം 126 വോട്ടിലാണ് അദ്ദേഹം ജയിച്ചത്. ടി എൻ പ്രതാപനെ, കോൺഗ്രസിലെ ടി എൻ പ്രതാപനെയാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, ഇനി 16ാം കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭയുടെ സ്പീക്കർ? ഇപ്പോൾ പ്രവർത്തിക്കുന്ന 16ാം നിയമസഭയാണ്. ആരാണ് 16ാം നിയമസഭയുടെ സ്പീക്കർ? ജി സുധാകരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഷാനിമോൾ ഉസ്മാൻ, എ എൻ ഷംസീർ. ആരാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആരാണ് ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ? ഉത്തരമാണ് ഓപ്ഷൻ ബി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പോൾ നമ്മളുടെ എന്താണ് 16ാമത് നിയമസഭയുടെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലമാണ്, അദ്ദേഹം ജയിച്ച മണ്ഡലമാണ് കോട്ടയം. ഓക്കെ, ഇനി കേരള നിയമസഭയുടെ 25ാമത്തെ സ്പീക്കറാണ്. ഓക്കെ, ഇനി കേരള നിയമസഭയിൽ ആദ്യ സ്പീക്കറാണ് ആർ ശങ്കരനാരായണൻ തമ്പി. ഓക്കെ, അപ്പോൾ എന്താണ് കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കറാണ് ആർ ശങ്കരനാരായണൻ തമ്പി. ക്ലിയർ ആണല്ലോ? ക്ലിയർ. അപ്പോൾ നോക്കൂ, ഇപ്പോൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് സഭാനാഥൻ. ആരാണോ സ്പീക്കർ അദ്ദേഹമാണ് സഭയുടെ നാഥൻ, അദ്ദേഹമാണ് സഭ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, കേരളത്തിൽ 25ാമത്തെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇനി നിലവിലെ പ്രോടൈം സ്പീക്കർ ആരാണ്? ഇപ്പോഴത്തെ പ്രോടൈം സ്പീക്കർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പ്രോടൈം സ്പീക്കറാണ് ജി സുധാകരൻ. അപ്പോൾ ജി സുധാകരനാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രോടൈം സ്പീക്കർ. ഓക്കെ, അപ്പോൾ അവിടെ അറിയേണ്ട പോയിന്റാണ്, MLA-മാർ ആർക്ക് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, MLA-മാർ ആർക്ക് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗവർണർ, ഓപ്ഷൻ ബി സ്പീക്കർ, ഓപ്ഷൻ സി പ്രോടൈം സ്പീക്കർ, ഓപ്ഷൻ ഡി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ നമ്മുടെ കേരളത്തിന് 140 MLA-മാരുണ്ട്. അതിൽ 139 പേർ ആർക്ക് മുന്നിലാണ് സത്യപ്രതിജ്ഞ? അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ MLA-മാർ ആർക്ക് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗവർണർ, ഓപ്ഷൻ ബി സ്പീക്കർ, ഓപ്ഷൻ സി പ്രോടൈം സ്പീക്കർ, ഓപ്ഷൻ ഡി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഉത്തരമാണ് ഓപ്ഷൻ സി പ്രോടൈം സ്പീക്കർ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോടൈം സ്പീക്കർക്ക് മുന്നിലാണ്. MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോടൈം സ്പീക്കർക്ക് മുന്നിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കേരളത്തിന് ഇപ്പോഴത്തെ പ്രോടൈം സ്പീക്കറാണ് ജി സുധാകരൻ.
കേരളത്തിന് ഇപ്പോഴത്തെ പ്രോട്ടേം സ്പീക്കറാണ് ജി സുധാകരൻ. ഓക്കെ, മണ്ഡലമാണ് അമ്പലപ്പുഴ മണ്ഡലം. ഇദ്ദേഹം UDF സ്വതന്ത്രനാണ്. UDF സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ചു. മുമ്പ് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിലായിരുന്നു. പിന്നീട് നിയമസഭ ഇലക്ഷന് മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു UDFലെത്തി. അങ്ങനെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു. മണ്ഡലമാണ് അമ്പലപ്പുഴ. ഓക്കെ, അപ്പോൾ കേരളത്തിന് ഇപ്പോഴത്തെ പ്രോട്ടേം സ്പീക്കറാണ് ജി സുധാകരൻ. ഈ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിലാണ്. ഇനി അപ്പോൾ ചോദ്യം വരും, എന്താണ് MLA മാരെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നത് പ്രോട്ടേം സ്പീക്കറാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രോട്ടേം സ്പീക്കർ ആർക്ക് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഓക്കെ, പ്രോട്ടേം സ്പീക്കർ ആയി നിയോഗിക്കപ്പെടുന്ന അംഗം നിയമസഭാ അംഗമായാണ് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അറിയേണ്ട പോയിന്റ് ആണ് എന്താണ്, പ്രോട്ടേം സ്പീക്കറായി നിയോഗിക്കപ്പെടുന്ന ആള് ഗവർണർക്ക് മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, ആ സമയത്ത് പ്രോട്ടേം സ്പീക്കർ എന്ന നിലയ്ക്കല്ല സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, പകരം MLA എന്ന നിലയ്ക്കാണ്. ഓക്കെ, അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പ്രോട്ടേം സ്പീക്കർ എന്ന വാക്ക് ഉപയോഗിക്കത്തില്ല. ഓക്കെ, അപ്പോൾ പ്രോട്ടേം സ്പീക്കറായി നിയോഗിക്കപ്പെടുന്ന അംഗം MLA എന്ന നിലയ്ക്ക് ഗവർണർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഓക്കെ, ഇനി അടുത്ത, അപ്പൊ ഇനി തീർന്നില്ല, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി കൂടിയുണ്ട്, അത് അറിഞ്ഞിരിക്കണം. സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്നവരെ സഭ നിയന്ത്രിക്കുന്നത് പ്രോട്ടേം സ്പീക്കറാണ്. ആദ്യത്തെ ഒരു നിയമസഭ കൂടുന്ന സമയത്ത് ആദ്യത്തെ പ്രധാനപ്പെട്ട ജോലിയാണ് എന്ത്? സ്പീക്കറിനെ തിരഞ്ഞെടുക്കുക. ഭരണപക്ഷം സ്ഥാനാർത്ഥി നിർത്തും, പ്രതിപക്ഷ സ്ഥാനാർത്ഥി നിർത്തും. അപ്പോൾ അങ്ങനെ ആ സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്നവരെ സഭ നിയന്ത്രിക്കുന്ന ആരാണ്? പ്രോട്ടേം സ്പീക്കറാണ്. അത് ഓർത്തു വെച്ചിരിക്കുക. ഇനി നോക്കൂ, പദവി, സത്യപ്രതിജ്ഞ, രാജി. MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോട്ടേം സ്പീക്കർക്ക് മുമ്പിലാണ്. ഓക്കെ, MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോട്ടേം സ്പീക്കർക്ക് മുമ്പിലാണ്. ഇനി MLA മാർ രാജി സമർപ്പിക്കുന്നത് സ്പീക്കർക്ക് മുമ്പിലാണ്. പുറത്തു വെച്ചിരിക്കുക, MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോട്ടേം സ്പീക്കർക്ക് മുമ്പിലാണ്, MLA മാർ രാജി സമർപ്പിക്കുന്നത് സ്പീക്കർക്ക് മുമ്പിലാണ്. ഓക്കെ, ഇനി മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുൻപിലാണ്, മന്ത്രിമാർ രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്ക് മുൻപിലാണ്. ഇനി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുൻപിലാണ്, രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്ക് മുൻപിലാണ്. ഓക്കെ, പുറത്ത് വെച്ചിരിക്കുക, MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോട്ടേം സ്പീക്കർക്ക് മുൻപിൽ, രാജിക്കത്ത് കൊടുക്കുന്നത് സ്പീക്കർക്ക് മുൻപിൽ. ഇനി മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുൻപിൽ, രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്ക് മുൻപിൽ. ഇനി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുൻപിൽ, രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്ക് മുൻപിൽ. ഓക്കെ, ഇനി ഡെപ്യൂട്ടി സ്പീക്കർ, അതായത് സ്പീക്കറിന് തൊട്ട് താഴെയുള്ള സ്ഥാനം. അതായത് സ്പീക്കർ ഇല്ലാത്തപ്പോൾ സഭ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഇപ്പോഴത്തെ കേരളത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. നിലവിലെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. മണ്ഡലമാണ് അരൂർ. കേരള നിയമസഭയുടെ 18ാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. ഇനി കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെത്തുന്ന 4ാമത്തെ വനിതയാണ് ഷാനിമോൾ ഉസ്മാൻ. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെത്തുന്ന 4ാമത്തെ വനിതയാണ് ഷാനിമോൾ ഉസ്മാൻ. ഇനി അറിയേണ്ട പോയിന്റാണ്, കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ തന്നെ വനിതയാണ്. പേരാണ് KO ഐഷാബായി. കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ തന്നെ വനിതയാണ്. അവരുടെ പേരാണ് KO ഐഷാബായി. ഓക്കെ, ശ്രദ്ധിക്കണം, പലപ്പോഴായിട്ട് 4 വനിതകൾ എന്തായിട്ടുണ്ട് കേരളത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിട്ടുണ്ട്, അതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ തന്നെ വനിതയായിരുന്നു. പേരാണ് KO ഐഷാബായി. 57 മുതൽ 59 വരെയായിരുന്നു കാലഘട്ടം. ഇനി കേരളത്തിലെ 2ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് A നഫീസത്ത് ബീവി. 1960 മുതൽ 64 വരെയായിരുന്നു കാലാവധി. ഇനി കേരളത്തിലെ 3ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഭാർഗവി തങ്കപ്പൻ. 87 മുതൽ 91 വരെയായിരുന്നു കാലാവധി. അപ്പോൾ നീണ്ട 35 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിന് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കറെ കിട്ടുന്നത്. 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. 2026 മുതൽ ആ പദവി വഹിക്കുന്നു. ഓക്കെ, ഇനി കേരളത്തിന്റെ ചീഫ് വിപ്പ്, കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. കേരള നിയമസഭയുടെ ചീഫ് വിപ്പാണ് അബു ജോൺ ജോസഫ്. ഓക്കെ, ഇനി മണ്ഡലമാണ് തൊടുപുഴ. അപ്പോൾ ഇദ്ദേഹം UDFന്റെ വിപ്പാണ്. UDFന്റെ വിപ്പ്. അപ്പൊ ഏത് മുന്നണിയാണോ ഭരിക്കുന്നത് ആ മുന്നണിയിലെ വിപ്പായിരിക്കും ചീഫ് വിപ്പ്. ഇപ്പൊ LDFനും വിപ്പുണ്ട്, UDFനും വിപ്പുണ്ട്. അപ്പോൾ UDF ഭരിക്കുന്നതുകൊണ്ട് അവരുടെ വിപ്പായിരിക്കും ചീഫ് വിപ്പ്. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട പദവിയാണ്. കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതായത് നമ്മൾ ഒരു മുന്നണിയുടെ ഭാഗമായി ജയിച്ചതിന് ശേഷം മറ്റൊരു മുന്നണിയിലേക്ക് പോകാൻ പാടില്ല. ഞാനിപ്പോൾ LDFന്റെ ഭാഗമായിട്ട് ജയിച്ചു, ഞാൻ UDFിലേക്ക് പോകാൻ പാടില്ല. ഞാൻ UDFന്റെ ഭാഗമായി ജയിച്ചു LDFിലേക്ക് വരാൻ പാടില്ല. പോകാം, 3-ൽ 2 പേർക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ അത് നിയമവിധേയമാണ്. അല്ലാതെ പോയി കഴിഞ്ഞാൽ നിയമവിരുദ്ധമാണ്.
ഓക്കെ. അപ്പോൾ ആ കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്ന നിയമത്തിന്റെ ശക്തി പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് വിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ UDF 102 MLA മാരുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ നാളെ ഒരു ബില്ല് നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ആദ്യം ചെയ്യുന്നത് എന്ത് ചെയ്യും? ചീഫ് വിപ്പായിട്ടുള്ള അബു ജോൺ ജോസഫിനെ വിളിപ്പിക്കും. എന്നിട്ട് പറയും, നമുക്ക് നാളെ ഒരു ബില്ല് അവതരിപ്പിക്കണം, നമ്മളുടെ 102 MLA മാരോടും നാളെ നിയമസഭയിൽ ഹാജരാകാനും നമ്മൾ അവതരിപ്പിക്കുന്ന ബില്ലിനെ അനുകൂലിക്കാനും പറയണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ചീഫ് വിപ്പിനോട് ആവശ്യപ്പെടും. ചീഫ് വിപ്പ് എന്ത് ചെയ്യും? അതൊരു പേപ്പറിനകത്ത് എഴുതിയിട്ട് UDF 102 MLA മാർക്കും കൊടുക്കും. അത് എഴുതി ഒപ്പിട്ട് കൊടുക്കും. ആ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലെന്താണോ പറഞ്ഞത് അതുപോലെ അനുസരിച്ചെങ്കിലേ പറ്റൂ. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ UDF 102 MLA മാരും വരണം. മാത്രമല്ല UDF അവതരിപ്പിക്കുന്ന ബില്ലിനെ അനുകൂലിക്കുകയും വേണം. ആരെങ്കിലും ഒരാൾ UDF എതിർത്ത് LDF വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് MLA സ്ഥാനം പോകും, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം പോകും. അപ്പോൾ അത്രയും പവർഫുൾ ആണ് വിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി LDF ബാധകമാണ്. LDF 35 MLA മാരുണ്ട്. ഓക്കെ. പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പറയുകയാണ് LDF വിപ്പിനോട്, വിപ്പിന് തീരുമാനിച്ചിട്ടില്ല, വിപ്പിനോട് പറയുകയാണ്, നാളെ നമ്മൾ നിയമസഭയിൽ എത്തണം, നാളെ UDF ഒരു ബില്ല് അവതരിപ്പിക്കും, നമ്മൾ അതിനെ എതിർക്കണം എന്ന് പറഞ്ഞിട്ട് വിപ്പ് കൊടുക്കും. ആ വിപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ LDF മുഴുവൻ MLA മാർ UDF എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യണം. ആരെങ്കിലും ഒരാൾ UDF അനുകൂലിച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ MLA സ്ഥാനം പോകും. അതാണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് വിപ്പ് എന്ന് പറയുന്നത്. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ബാധകമാണ്. അപ്പോൾ നമ്മുടെ ആരാണോ ഭരിക്കുന്നത് അവരുടെ വിപ്പായിരിക്കും ചീഫ് വിപ്പ്. അപ്പോൾ നമ്മുടെ അബു ജോൺ ജോസഫ് ചീഫ് വിപ്പ്, 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പാണ്. മണ്ഡലമാണ് തൊടുപുഴ, അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. ഇനി നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. ഓക്കെ. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. ഓക്കെ. മണ്ഡലമാണ് ധർമ്മടം. ഓക്കെ. ഇനി നിലവിലെ നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ്. 82 വയസ്സാണ് പ്രായം. ഓക്കെ. ഇനി നിലവിലെ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളാണ് AD തോമസ്, മണ്ഡലം ആലപ്പുഴ, VT സൂരജ്, മണ്ഡലം ബാലുശ്ശേരി. അപ്പോൾ നിലവിലെ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളാണ് AD തോമസ് ആലപ്പുഴ, VT സൂരജ്, ബാലുശ്ശേരി. കറക്റ്റ് ഉത്തരം AD തോമസ് ആണ്. കൃത്യം ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ AD തോമസ് ആണ്. കൃത്യം ഉത്തരം എന്ന് വെച്ചാൽ AD തോമസ് ആണ്. ഇനി AD തോമസ് ഇല്ലെങ്കിൽ എന്തെഴുതണം? VT സൂരജ് എഴുതണം. കറക്റ്റ് 100% കറക്റ്റായിട്ടുള്ള ഉത്തരം ഏതാണ്? 100% കറക്റ്റായിട്ടുള്ള ഉത്തരം AD തോമസ് ആണ്. ഇതാണ് കറക്റ്റ് ഉത്തരം. ഇനി AD തോമസിന്റെ പേരില്ല എങ്കിൽ മാത്രമേ VT സൂരജ് എഴുതാവൂ. AD തോമസിന്റെ പേരുണ്ടെങ്കിൽ അതേ എഴുതാവൂ. നിലവിലെ നിയമസഭ രണ്ടുപേർക്കും 30 വയസ്സാണ് പ്രായം. ഓക്കെ. അപ്പോൾ എന്തായാലും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രായം AD തോമസിനാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭയിലെ സീറ്റ് നില നോക്കാം. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന മുന്നണിയാണ് UDF. ഫുൾ ഫോമാണ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. മലയാളമാണ് ഐക്യജനാധിപത്യ മുന്നണി. ഓക്കെ. 102 സീറ്റാണ് അവർക്ക് കിട്ടിയത്. ഇനി മുഖ്യ പ്രതിപക്ഷമാണ് LDF. ഫുൾ ഫോമാണ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. മലയാളമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 35 സീറ്റ് കിട്ടി. ഇനി NDA, BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് NDA. ഓക്കെ. ഫുൾ ഫോമാണ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. മലയാളമാണ് ദേശീയ ജനാധിപത്യ സഖ്യം. ഓക്കെ. 3 സീറ്റാണ് കിട്ടിയത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ. ഓക്കെ. ഇനി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, അതായത് ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടി കോൺഗ്രസ്. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് കോൺഗ്രസ്. 61 സീറ്റ് അവർക്ക് കിട്ടി. ഓക്കെ. അപ്പോൾ ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയാണ് കോൺഗ്രസ്, 63 സീറ്റ്. ഓക്കെ. പോയിന്റ് ശ്രദ്ധിക്കുക. നിലവിൽ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്ര ജഡ്ജിമാരുണ്ട്? നിലവിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരുടെ എണ്ണമാണ് ഓപ്ഷൻ A 30, ഓപ്ഷൻ B 33, ഓപ്ഷൻ C 34, ഓപ്ഷൻ D 38. ഉത്തരമാണ് ഓപ്ഷൻ D 38. അപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 37 ജഡ്ജിമാരുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഏറ്റവും 2026 മെയ് 16-ാം തീയതിയാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. ഇപ്പോഴാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 37 ജഡ്ജിമാരുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസും 37 ജഡ്ജിമാരും ചേർത്ത് പറയുകയാണെങ്കിൽ 38. അപ്പോൾ നിലവിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 37 ജഡ്ജിമാരുണ്ട്. ഓക്കെ. ഇനി രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഓർഡിനൻസ് ഒപ്പുവെച്ചത്. തൊട്ട് മുമ്പ് എത്രയായിരുന്നു? 34 ആയിരുന്നു. ഇപ്പോൾ 4 പേരെ കൂടി കൂട്ടി 38 ആക്കി. ഓക്കെ. ഇനി 2019 34 എന്ന അളവിലേക്ക് എത്തിയത്.
ഓക്കെ, അത് ഓർത്ത് വെച്ചു. 2019 34 അളവിലേക്ക് അംഗബലത്തിലേക്ക് എത്തിയത്. 2026 ആയപ്പോഴേക്കും അത് 38 ഓക്കെ. അപ്പോൾ 1950 സുപ്രീം കോടതി നിലവിൽ വരുന്നത്. സുപ്രീം കോടതി നിലവിൽ വന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 ജഡ്ജിമാരുണ്ടായിരുന്നു. അതായത് ഒരു ചീഫ് ജസ്റ്റിസ് 7 ജഡ്ജിമാരും ചേർത്ത് പറയുമ്പോൾ 8. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 ജഡ്ജിമാരുണ്ടായിരുന്നു. അങ്ങനെയാണ് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ സുപ്രീം കോടതി 1950 ആരംഭിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 ജഡ്ജിമാരുണ്ടായിരുന്നു. ഓക്കെ, ഇനി ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഈ 8 ജഡ്ജിമാർ ഒരുമിച്ചിരുന്നാണ് വിധിയെല്ലാം കേട്ടോണ്ടിരുന്നത്. ഓക്കെ, വിധി പ്രഖ്യാപനം വാദം കേട്ടിരുന്നത്, വിധി പ്രഖ്യാപനം നടത്തിയിരുന്നത്. പിന്നീട് സുപ്രീം കോടതിയിൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തു? ജഡ്ജിമാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. ഓക്കെ, അപ്പോൾ നോക്കൂ, തുടക്കത്തിൽ സുപ്രീം കോടതിയിൽ എത്തുന്ന എല്ലാ കേസുകളും എല്ലാ ജഡ്ജിമാരും ഒരുമിച്ചിരുന്നാണ് കേട്ടിരുന്നത്. ഓക്കെ, ഇനി ചോദിക്കും, ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ആർക്കാണ് അവകാശം? ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കണം, ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അവകാശം പാർലമെന്റിനാണ്. ഓക്കെ, ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അവകാശം പാർലമെന്റിനാണ്. ഇന്ത്യൻ പാർലമെന്റിനാണ് ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അവകാശം. ഓക്കെ, ഇനി എന്താണ്, ജഡ്ജിമാരുടെ എണ്ണത്തിലെ വർധനവ് കോടതിയിലെ ജോലിഭാരം വർദ്ധിക്കുകയും കേസുകൾ കെട്ടിക്കിടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വിവിധ കാലഘട്ടങ്ങളിലായി പാർലമെന്റ് ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴും 1,00,000 കേസ് സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതിയിലെ കേസുകളുടെ എണ്ണം ഇങ്ങനെ പെരുകി കെട്ടിക്കിടക്കാൻ തുടങ്ങിയപ്പോഴേക്കും എന്ത് ചെയ്തു? ജഡ്ജിമാരുടെ എണ്ണം പല കാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ചു. അത് അറിഞ്ഞിരിക്കണം. നോക്കൂ, അപ്പോൾ 1950 സുപ്രീം കോടതി രൂപീകരിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 ജഡ്ജിമാരുണ്ടായിരുന്നു. ഇനി 56 അത് 11 ഇനി 60 14 78 18 86 26 2009 31 2019 34 2026 38. ഇങ്ങനെയാണ് വിവിധ കാലഘട്ടങ്ങളിൽ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ ആണെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 38 ജഡ്ജിമാർ, സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസ് 37 ജഡ്ജിമാർ. ഓക്കെ, ചോദ്യം എഴുതുക. സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് നിയമിക്കപ്പെട്ടത്? സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആയാണ് നമ്മുടെ ജസ്റ്റിസ് സൂര്യകാന്ത് നിയമിക്കപ്പെട്ടത്? ഉത്തരമാണ് ഓപ്ഷൻ എ 51, ഓപ്ഷൻ ബി 52, ഓപ്ഷൻ സി 53, ഓപ്ഷൻ ഡി 50. ഉത്തരമാണ് ഓപ്ഷൻ സി 53. സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത്. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത്, അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഹരിയാന സ്വദേശിയാണ്. ഹരിയാന സംസ്ഥാനത്ത് നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വ്യക്തിയാണ്. ഓക്കെ, ഇനി 2025 നവംബർ 24 അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. വിരമിക്കുന്നത് 2027 ഫെബ്രുവരി 9 ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ചോദിക്കും, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മാസ ശമ്പളം എത്രയാണ്? 2,80,000 രൂപ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ മാസ ശമ്പളം എത്രയാണ്? 2,50,000 രൂപ. ഓക്കെ, അതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മാസ ശമ്പളമാണ് 2,80,000 രൂപ, ജഡ്ജിമാരുടെ ശമ്പളമാണ് 2,50,000 രൂപ. ഓക്കെ, ഇനി സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ്, തൊട്ട് മുമ്പിരുന്ന ആളുടെ പേരാണ് BR ഗവായി. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇനി കേരള ഹൈക്കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആയാണ് ജസ്റ്റിസ് സൗമൻസൺ നിയമനായത്? അപ്പോൾ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ജസ്റ്റിസ് സൗമൻസൺ നിയമനായത്? ഓപ്ഷൻ എ 35, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 42, ഓപ്ഷൻ ഡി 37. ഉത്തരമാണ് ഓപ്ഷൻ ബി 40. അപ്പോൾ സുപ്രീം കോടതി കേരള ഹൈക്കോടതിയുടെ 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് സൗമൻസൺ നിയമിക്കപ്പെട്ടത്. അപ്പോൾ സൗമൻസൺ കേരള ഹൈക്കോടതിയുടെ 40ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ, കൊൽക്കത്ത പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. 2026 ജനുവരി 10 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. ഓക്കെ, ഇനി 2027 ജൂലൈ 26 വരെ അദ്ദേഹത്തിന് ചുമതലയുണ്ട്. ഓക്കെ, ഇനി കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്നതിന് മുൻപ് മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഓർത്ത് വെച്ചിരിക്കുക, ഇതാണ് കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആകുന്നതിന് മുൻപ് മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അത് ഓർത്ത് വെച്ചിരിക്കണം. ഇനി കേരള ഹൈക്കോടതിയുടെ 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു നിതിൻ മധുകർ ജാംദാർ. സ്ഥാനം ഒഴിഞ്ഞ ആളുടെ പേരാണ് നിതിൻ മധുകർ ജാംദാർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മളുടെ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫിഫ മെൻസ് വേൾഡ് കപ്പ് 2026 23ാമത്തെ വേൾഡ് കപ്പാണ്. ഇനി ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് കാനഡ, മെക്സിക്കോ, US. ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് കാനഡ, മെക്സിക്കോ, US. ഓക്കെ, ഇനി ഈ വടക്കേ അമേരിക്ക രാജ്യങ്ങളാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കാനഡ, മെക്സിക്കോ, US എന്നീ 3 രാജ്യങ്ങൾ ചേർന്നാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ വഹിക്കുന്നത്. ഇനി ചോദിക്കും, 2026 ഫിഫ ലോകകപ്പിനായി പ്രശസ്ത കായിക ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ അഡിഡാസ്
തയ്യാറാക്കിയ ഔദ്യോഗിക പന്തിന്റെ പേരെന്ത്? ട്രിയോണ്ട. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളുടെ അഡിഡാസ് നിർമ്മിക്കുന്ന ആ പന്തിന്റെ പേരാണ് ട്രിയോണ്ട. ഓക്കെ, ഇനി 2022 നടന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിലാരാ ജയിച്ചത്? അർജന്റീന. 2022 നടന്ന ഫുട്ബോൾ വേൾഡ് ജയിച്ച രാജ്യമാണ് അർജന്റീന. റണ്ണറപ്പ് ഫൈനലിൽ പരാജയ ടീമാണ് ഫ്രാൻസ്. ക്ലിയർ ആണ്? ക്ലിയർ. ശ്രദ്ധിക്കുക, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ്? ഓക്കെ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ മൂന്നാമത്തെ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ആസാം. എവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ മൂന്നാമത്തെ സംസ്ഥാനം? ഉത്തരമാണ് ഓപ്ഷൻ ഡി ആസാം. ഓക്കെ, അപ്പോൾ ആസാം നിയമസഭ 2026 മെയ് 27 യൂണിഫോം സിവിൽ കോഡ് പാസാക്കി. അപ്പോൾ ആസാം നിയമസഭ 2026 മെയ് 27 യൂണിഫോം സിവിൽ കോഡ് പാസാക്കി. ഓക്കെ, ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. ഉത്തരമാണ് ഓപ്ഷൻ സി ഗുജറാത്ത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, 2024 ഫെബ്രുവരി 7 ബില്ല് നിയമസഭയിൽ പാസാക്കി. 2025 ജനുവരി 27 സംസ്ഥാനത്ത് ഔദ്യോഗികമായി നിലവിൽ വരികയും ചെയ്തു. ബില്ല് അവതരിപ്പിച്ച ആളുടെ പേരാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ബില്ല് അവതരിപ്പിച്ച ആളുടെ പേരാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇപ്പൊ എന്താണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം എന്നിവയിൽ എല്ലാവർക്കും ഏകീകൃത നിയമം. ഓക്കെ, ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം. വിവാഹങ്ങൾ 60 ദിവസത്തിനകം പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. ആദിവാസികളെയും ചില പ്രത്യേക സമുദായാംഗങ്ങളെയും നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിൽ നിന്നും ആദിവാസികളെയും ചില പ്രത്യേക സമുദായാംഗങ്ങളെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഗോവ, 1870. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഗോവ, 1870. അതായത് ഗോവയിൽ 1870 മുതൽ തന്നെ എന്തുണ്ട്? ഏകീകൃത സിവിൽ കോഡുണ്ട്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. അതുകൊണ്ടാണ് പഠിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. രണ്ടാമത്തേത് ഏത്? ഗുജറാത്ത്. മൂന്നാമത്തേത് ആസാം. കിട്ടിയല്ലോ? കിട്ടി. അപ്പം എന്താ ഏകീകൃത സിവിൽ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വിവാഹത്തിനാണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്, ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഉണ്ട്, മുസ്ലിം മാരേജ് ആക്ട് ഉണ്ട്, അങ്ങനെ പല പല നിയമങ്ങളുണ്ട്. അപ്പം ആ മത നിയമങ്ങൾ കൂടി കലർത്തിയിട്ടാണ് പലപ്പോഴും നമ്മൾ നിയമങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ എന്താണ്? മത നിയമങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല, മതത്തിന് അവിടെ പ്രസക്തിയില്ല. അവിടെ പിന്നീട് എല്ലാ സിവിൽ നിയമങ്ങളായിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി 2026 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ UAE, ഓപ്ഷൻ ബി അസർബൈജാൻ, ഓപ്ഷൻ സി സൗത്ത് കൊറിയ, ഓപ്ഷൻ ഡി സൗദി അറേബ്യ. ഉത്തരമാണ് ഓപ്ഷൻ ബി അസർബൈജാൻ. ഓക്കെ, അപ്പോൾ എന്താണ് 2026 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യമാണ് അസർബൈജാൻ. ഓക്കെ, അപ്പോൾ ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 തീയതിയാണ് ആചരിക്കുന്നത്. 2026 പ്രമേയമാണ് ഇൻസ്പയർഡ് ബൈ നാച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. ഓക്കെ, ഇനി ആതിഥ്യം വഹിക്കുന്ന രാജ്യമാണ് അസർബൈജാൻ. നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ബേക്കു. രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അസർബൈജാൻ, നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ബേക്കു. അസർബൈജാനിലെ ബേക്കു നഗരം. ഓക്കെ, ഇനി 2025 തൊട്ട് മുൻ വർഷം എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് കൊറിയ. ഓക്കെ, നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ജെജു. അപ്പോൾ 2025 എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, രാജ്യം സൗത്ത് കൊറിയ, നഗരം ജെജു. ഓക്കെ, ഇനി 2024 ലാൻഡ് റീസ്റ്റോറേഷൻ. 2024 ആതിഥ്യം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ, നഗരമാണ് റിയാദ്. സൗദി അറേബ്യയിലെ റിയാദ് നഗരം. പ്രമേയമാണ് ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റീസൈലിയൻസ്. ഭൂമിയുടെ പുനരുദ്ധാരണം, മരുഭൂമിവൽക്കരണം, വരൾച്ചാ പ്രതിരോധം, ഇതായിരുന്നു പ്രമേയം. ഓക്കെ, ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റീസൈലിയൻസ്, റിയാദ്, സൗദി അറേബ്യ. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം, ഡിഗ്രിക്ക് 50% മാർക്കുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം. പി ജി ഉള്ളവർക്ക് ഉള്ള ആൾക്കാർക്ക് 50% എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഇല്ല. പി ജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് 50% മാർക്ക് വേണമെന്നില്ല. ഓക്കെ, ഇനി നിയമബിരുദധാരികൾക്കും അപേക്ഷിക്കാം. ഓക്കെ, അപ്പോൾ സാധാ ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാം, നിയമബിരുദധാരികൾക്കും അപേക്ഷിക്കാം. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഹൈക്കോടതി അസിസ്റ്റന്റ് നിങ്ങൾക്ക് ഡിഗ്രിക്ക് 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി നിങ്ങൾക്ക് പി ജി ഉണ്ടെങ്കിൽ ഈ 50% എന്ന് പറയുന്ന ക്രൈറ്റീരിയ അവിടെ വേണ്ട. ഓക്കെ, നിങ്ങൾ പി ജി പാസ്സായ ആളാണെങ്കിൽ നിങ്ങൾക്ക് 50% മാർക്ക് വേണമെന്നില്ല. ഇനി നിയമബിരുദധാരികൾക്കും അപേക്ഷിക്കാം. ഹൈക്കോടതി അസിസ്റ്റന്റ് മികച്ച പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്ന ഒരു തസ്തികയാണത്. അവൻ്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഹൈക്കോടതി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് PSCയുമായി ബന്ധപ്പെട്ട എല്ലാ പുതിയ വിവരങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുപോലെ ക്ലാസ്സുകളെത്തും. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം യൂസ്ഫുൾ ആണ് ഈ ആപ്പ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.